വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, തക്കാളി കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി വയ്ക്കുക. ഒരു 3-4 സവാള ഇതുപോലെ അരിഞ്ഞ് മാറ്റി വയ്ക്കുക. പാൻ അടപ്പത്ത് വെച്ച ശേഷം അതിൽ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ജീരകം പൊട്ടിക്കുക. അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞ് വെച്ച സവാള ഇട്ടൊന്ന് വഴറ്റി മാറ്റി വയ്ക്കുക. ചിക്കൻ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ അടപ്പത്ത് വെച്ചൊന്ന് വേവിക്കാൻ വയ്ക്കുക. വഴറ്റിക്കൊണ്ടിരിക്കുന്ന സവാളയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ ചേരുവയും ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അതിൽ കുറച്ച് ഉപ്പ് ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഗരം മസാല, കുറച്ച് പെപ്പർ പൗഡർ അത്ര ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റി മാറ്റി വയ്ക്കുക. നമ്മുടെ കുരുമുളകും ഉപ്പും ചേർത്ത ചിക്കൻ എടുത്തിട്ട് അതൊന്ന് ഒരു വേറെ പാത്രത്തിലേക്കാക്കി അതൊന്ന് ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ആ ഉടച്ചെടുത്തതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് പെപ്പർ പൗഡർ അത്ര ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്യുക. നന്നായിട്ടൊന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് ഒരു പകുതി എടുത്തിട്ട് അതിലേക്ക് ഈ ചിക്കനും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു ഭാഗത്തേക്ക് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഇത് മേടിക്കാൻ കിട്ടണ പപ്സൊക്കെ ഉണ്ടാക്കണ മേടിക്കാൻ കിട്ടുന്ന ഒരു ഷീറ്റാണ് ഇത്. നമ്മൾ മൈദയും ബട്ടറൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത ഷീറ്റ് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി നമ്മുടെ പാകത്തിനുള്ള പപ്സിനുള്ള പാകത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ഓരോ കട്ട് ചെയ്ത ഷീറ്റിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത ചിക്കൻ്റെ ഇത് ഫില്ല് ചെയ്തിങ്ങനെ വെക്കാം. അത് എല്ലാത്തിലേക്കും നമ്മൾ എത്ര പപ്സ് വേണം അത്രയും പപ്സിൻ്റെ ആവശ്യത്തിനുള്ള അതിലേക്ക് ആ സ്ക്വയറിലേക്ക് നമ്മൾ ആ ഷീറ്റിലേക്ക് നമ്മൾ ചിക്കനും ഇതുപോലെ എടുത്ത് വെച്ച ശേഷം നമുക്ക് എത്ര വേണം അത്രയും. അതിന് ശേഷം നമ്മളത് ഒന്ന് അടയ്ക്കുക. അതിങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് അറ്റം പ്രസ് ചെയ്ത് കൊടുക്കുക. 3 വശം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഷീറ്റിൽ നമ്മളിപ്പോൾ ഇത് വയ്ക്കാനുള്ളത് ഓവൻ്റെ ഷീറ്റ് പാത്രമാണ്. അതിലേക്ക് വെച്ചിട്ട് ഇത്തിരി പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് പുരട്ടി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. മുട്ടയാണ് തേക്കണം. മുട്ട നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പാൽ വെച്ചത്. ഓവൻ ഒരു 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം 15 മിനിറ്റ് വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പപ്സ് റെഡിയാണ്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ലൈക്കൊന്നും തരാൻ മറക്കണ്ട. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. ബൈ, സീ യു.